ഞാൻ പീരുമേട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് സരോജിനി എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ വന്ന് താമസിച്ചാലും ഞാനിന്ന് ഈശോയുടെ അടുത്ത് വന്ന് ഉടമ്പടി പറയുമെന്ന് തന്നെ ഓർത്തോണ്ട് രാവിലെ ഞാൻ വന്നേ. ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മേനെ ഈശ്വരെയും കാണാനായിട്ട് ഞാൻ വന്നത്. എന്നോട് അമ്മ എന്നോട് ക്ഷമിക്കണേ, ഞാൻ കള്ളം പറഞ്ഞിട്ട് വന്നുകൊണ്ട് ഞാൻ പറയുന്നത്. ഇവിടെ എൻ്റെ മോൻ്റെ കാര്യമായിരുന്നു. എൻ്റെ മോൻ്റെ കൈക്ക് ഒരു മുഴ വന്നിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പോൾ ആ മുഴ വന്നിട്ട് എൻ്റെ മോനെ ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോവുകയില്ല. അതിങ്ങനെ വട്ടുരുളുന്ന പോലെ ഉരുണ്ട് നടക്കും. അവസാനം അത് വലുതായി ഒരു നെല്ലിക്ക പോലെയായി. പിന്നെ അതൊരു തക്കാളിപ്പഴത്തിൻ്റെ മുഴുപ്പായിരുന്നു. അതിങ്ങനെ ചുമന്നിരിക്കുമായിരുന്നു. അപ്പോൾ അവന് കൊറോണ വന്നപ്പോഴത്തേക്ക് ആശുപത്രി പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ആശുപത്രി പോയപ്പോൾ 3 മാസം കഴിയാതെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനതിന് ജോലി സ്ഥലത്തു നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പാലായി ചെന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അമ്മ വരണ്ട, എൻ്റെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരികെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ അമ്മയും മാതാവും കൂടി തന്നെ അവൻ്റെ കയ്യിൽ കത്തി വെക്കാതെ അത് ഓപ്പറേഷൻ ചെയ്യല്, ആ മുഴ തന്നെ പൊട്ടി പോകണമെന്ന് പറഞ്ഞു. അവൻ പോലും അറിയാതെ ആ മുഴ പൊട്ടി പോകണം ഈശോയെ, എനിക്കവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജോലി സ്ഥലത്തിരുന്ന് എന്നും പതിവ് പോലെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവനെങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങനെ എരിവ് വലിച്ചെടുപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ നീ മുളക് തിന്നോന്ന് ചോദിച്ചു. ഒന്നും പറയണ്ടമ്മേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കുടിച്ചപ്പോൾ എൻ്റെ കയ്യിലെ മുഴ പൊട്ടി പഴുപ്പ് പോകുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ നന്ദി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈശോ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും, മോനെ വേഗം തന്നെ അത് പൊട്ടിച്ചെല്ലാം പഴുപ്പൊക്കെ കളയടാന്ന് പറഞ്ഞു. അവനത് 3 ദിവസം കൊണ്ട് ആ പഴുപ്പ് പൊട്ടിച്ച് ആ മുഴയിൽ ഇതെല്ലാം കളഞ്ഞു എടുത്തു. ഒരു ആശുപത്രിയിലും പോയില്ല, മരുന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ആ മുഴ അങ്ങനെ അത് പോയി. ഞാനും മറന്നുപോയി, അവനും മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോലി സ്ഥലത്തേക്ക് എന്നോടിങ്ങനെ അമ്മ പറയുന്നു, നീ അവിടെ വന്നിട്ട് മുഴയുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ സോറി അമ്മേ, ഞാൻ പറഞ്ഞില്ലമ്മേ, ഞാൻ ആദ്യത്തെ കാര്യം ഞാൻ അത് പറഞ്ഞിട്ടേ പിന്നെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നിൻ്റെ കയ്യിൽ മുഴ പോയോ എന്ന് ചോദിച്ചു. വീഡിയോ കോൾ കാണിച്ചപ്പം മുഴ ഉണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ആ കൈ പിടിച്ച് നോക്കി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ആ കയ്യിലെ മുഴ എതിലേ പോയെന്നറിയാലോ, ഒരു പാട് പോലും ഇല്ലാതെ അത് മാഞ്ഞു പോയത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ എനിക്ക് 15 വർഷമായിട്ട് എൻ്റെ കാലിന് മുട്ടിന് 2-നും തേയ്മാനമായിരുന്നു. 2-നും തേയ്മാനമായിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് ഒരു കാലിന് തേയ്മാനം വന്ന് ആദ്യം ആ കാലെനിക്കത് വിട്ടുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നില്ല, എനിക്ക് നോക്കാൻ ആളില്ല, മുടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാനിവിടെ പാമ്പാടി ധ്യാനത്തിന് പോയി. എൻ്റെ കാല് സൗഖ്യമായി. രണ്ടാമതും അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കാല് കംപ്ലീറ്റ് വിട്ടുപോയി. ഡോക്ടർ പറഞ്ഞു കാല് സ്വാധീനം കാണത്തില്ല, വലിഞ്ഞു കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ കാല് വലിഞ്ഞു പോയി, ചെരുപ്പിടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയായിരുന്നത്. ഞാൻ എൻ്റെ യേശു എന്നെ ഇങ്ങനെ ആക്കി തന്നെ. 3-ാമത്തെ പ്രാവശ്യം എൻ്റെ കാല് വിട്ടുപോയി. എന്നെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടു. എന്നിട്ട് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ നിൻ്റെ കാല് എനിക്ക് തന്നേച്ചി, എൻ്റെ കാല് നീ എടുക്ക്, നിൻ്റെ മക്കൾക്ക് ജോലി ചെയ്ത് ഞാൻ കൊടുക്കാനുള്ളതാണ് ഈശോയെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞ്. ഒരു തേങ്ങയുടെ മുഴുപ്പിൽ നടുവിനൊരു മുഴയൊക്കെ വന്നു. ഞാൻ വളഞ്ഞ് നടക്കുമായിരുന്നു. ആ കാല് 3-ാമത്തെ ദിവസം മുഴയും പോയി. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപമായി. എനിക്ക് എണ്ണിയാൽ തീരത്തില്ല. എൻ്റെ ഈശോ പറഞ്ഞ നന്മകളൊക്കെ എനിക്ക് തീരുകയില്ല. എനിക്ക് അതുപോലെ പിന്നെ എൻ്റെ പള്ള സൈഡിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ വന്നുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റുകയില്ല, ഇരിക്കാൻ പറ്റുകയില്ല, ഒന്നും പറ്റത്തില്ല. ഞാനിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നു ഉടമ്പടിയൊക്കെ എടുക്കുന്നു. അന്നേരം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ഇപ്പം പറഞ്ഞു എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അവിടുന്ന് ഉപ്പ് മേടിച്ചു, തേനും മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ഉപ്പ് ഇട്ട് ഞാൻ കഞ്ഞോളം കുടിച്ചു. കഞ്ഞോളം പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം അറിയത്തില്ലായിരുന്നു അന്നേരം. അപ്പം ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. കഞ്ഞോളം കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് തോന്നി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വയറങ്ങ് ഇളകി അങ്ങ് പോയിട്ട് എൻ്റെ വയറ് ശുദ്ധീകരിച്ച
ആ മുഴ എതിലെ പോയെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. പിന്നെ അവിടെ ഒരു മുഴയില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ മൂക്കയിലൊരു ചൊച്ചക്ക വീണു. മരത്തേന്ന് ചൊച്ചക്ക പറിച്ചപ്പോഴത്തേക്ക് ചൊച്ചക്ക വീണു. ചൊച്ചക്ക വീണപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് പോയാൽ കിണർ, പുറകോട്ട് പോയാൽ കുപ്പിച്ചിൽ, ഇപ്പുറത്തോട്ട് പോയാൽ കയ്യാലെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരുന്ന് ചൊച്ചക്ക വീണപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ മൂക്ക് പോയേന്ന് പറഞ്ഞു ഒറ്റ കാർച്ച കാറിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പൊത്തി പിടിച്ചോണ്ടിപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് ഞാനവിടെ നിന്നു. അപ്പം എന്നോട് ആരാണ്ട പറയുന്നു, കൃപാസനത്തിലെ തേൻ അവിടെ ഇരിപ്പില്ലേ, ആ തേനെടുത്ത് മൂക്കയിലോട്ട് പോയി വിശ്വാസപ്രമാണം ചൊല്ലി തേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലല്ലോ പ്രാർത്ഥിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ ഞാൻ അറിയുന്ന പോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ആ തേനെടുത്ത് 3 പ്രാവശ്യം മൂക്കേ വരച്ച് തേച്ച് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മൂക്കയിൽ പൊട്ടലും ഇല്ല, ഒന്നുമില്ല, ബ്ലഡ് വന്ന പാട് പോലും ഇല്ല. അങ്ങനെ പോയി. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശ്വാസമുണ്ട്, ഈശോ മാറ്റി തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേ ദിവസം ജോലിക്കും പോയി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എൻ്റെ ഈ കാലുമല്ലാതെ വന്നപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഞാൻ ഈശോയോടും അമ്മയോടും ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ പോയ ജോലി എനിക്ക് ഈശോയും അമ്മയും തിരിച്ചു തരണം, ആ ജോലി എനിക്ക് മേടിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. ആ ജോലി മേടിച്ചെന്നാൽ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സ്വസ്ഥമായ ഒരു സ്ഥലം എനിക്ക് വേണം ഈശോയെന്ന് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ എനിക്ക് സ്വസ്ഥമായ ഒരു സ്ഥലം എനിക്കുണ്ട്, പക്ഷേ അതെനിക്ക് തരുമോയെന്ന് എനിക്കറിയില്ല. ഇത് 4-ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ എനിക്കത് തരുമെന്നറിയില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ പോയി അച്ഛനോട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മനസ്സൊന്നും അലിയിച്ചിട്ട് അച്ഛനെ കൊണ്ടൊന്ന് സംസാരിച്ച് എനിക്ക് ആ പണിയൊന്ന് മേടിച്ച് തരാമോ എന്ന് രാവിലെ ഞാൻ 5 മണിയായപ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു. അതേ വൈകിട്ട് 5 മണിക്ക് തന്നെ അച്ഛൻ എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ പിള്ളേരോട് വിളിച്ച് പറഞ്ഞു, അമ്മേനെ എന്നെ ഒന്ന് വിളിക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തി എന്തായിരിക്കും, അച്ഛനും ഞാനും പിണക്കമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം വിളിച്ച് വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഇവിടെ പണിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്ന് ഞെട്ടി, എന്തായിരിക്കും എന്നോർത്തു. അപ്പം ഞാൻ ഓർത്തു അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അമ്മ പോയി അച്ഛനോട് സംസാരിച്ചു. അമ്മ അന്നേരം തന്നെ പോയി പറഞ്ഞു, എനിക്ക് പണി മേടിച്ച് തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം നിൽക്കുന്നിടത്ത് ആൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പണിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം എങ്ങനെ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കയറിയാൽ മതിയില്ലേ. അപ്പം ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു, അമ്മേ 29-ാം തീയതി ആകുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകണം. ആ 29-ാം തീയതിക്ക് മുമ്പേ അമ്മ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. എനിക്ക് അമ്മയുടെ മക്കളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ആ 29-ാം തീയതിക്ക് മുമ്പേ തന്നെ, ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ അമ്മ ഈശോയും കൂടി ആളെ കൊണ്ടുവന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. 1-ാം തീയതി ഞാൻ എൻ്റെ പഴയ ജോലി സ്ഥലത്ത് തന്നെ ജോലിക്കും കയറി. ഇന്ന് 19 ദിവസത്തെ പണിയും ചെയ്തിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി.